കാലിക്കറ്റ് സർവകലാശാലയിൽ വിജ്ഞാപനം ചെയ്ത 2 ഒഴിവുകളിലേക്ക് 3 നിയമനങ്ങൾ നടത്തിയതായി പരാതികൾ വരുന്നു. സർവകലാശാല ചരിത്ര പഠന വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ വിഭാഗത്തിലെ നിയമനത്തിനെതിരെയാണ് പരാതി വന്നിരിക്കുന്നത്. സിൻഡിക്കേറ്റ് മെമ്പർ ഡോക്ടർ റഷീദ് അഹമ്മദ് വൈസ് ചാൻസലർക്ക് ഇതുമായി ബന്ധപ്പെട്ടുള്ള പരാതി നൽകി. 2019 ചരിത്ര പഠന വിഭാഗത്തിലെ 2 അസിസ്റ്റന്റ് പ്രൊഫസർ തസ്തികയിലെ ഒഴിവിലേക്ക് അപേക്ഷ ക്ഷണിച്ചിരുന്നത്. 2021 അഭിമുഖത്തിലൂടെ നിയമനം നടത്തി. എന്നാൽ 3 വർഷത്തിന് ശേഷം പുതിയ വിജ്ഞാപനമോ അഭിമുഖമോ നടത്താതെ ഇതേ തസ്തികയിൽ ഒരാളെ കൂടി നിയമിച്ചു എന്നാണ് പരാതി. ഡോക്ടർ സാദിഖ് അലി KT പുതിയ വിജ്ഞാപനം ഇറക്കാതെ ചരിത്ര പഠന വിഭാഗത്തിലേക്ക് നിയമിച്ചത്. സാമുദായിക സംവരണ ഉയരത്തിലാണോ ഓപ്പണിലാണോ നിയമനമെന്നൊന്നും സാദിഖ് അലിക്ക് ലഭിച്ച നിയമന ഉത്തരവിലില്ല. ജൂലൈ 15 സാദിഖ് അലിയെ നിയമിച്ചുകൊണ്ടുള്ള ഉത്തരവിറക്കിയത്. അസിസ്റ്റന്റ് പ്രൊഫസർ നിയമനത്തിൽ ഉപയോഗിച്ച സംവരണ റൊട്ടേഷൻ ചാർട്ടിൽ തെറ്റുപറ്റിയിട്ടുണ്ടെന്നും അത് പുനഃക്രമീകരിക്കണമെന്നും നേരത്തെ കേരള ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഉത്തരവിട്ടിരുന്നു. ഈ വിധിയെ സുപ്രീം കോടതി അംഗീകരിക്കുകയും ചെയ്തതാണ്. ഈ കേസിൽ വാദം നടന്നുകൊണ്ടിരിക്കെയാണ് സാദിഖ് അലിക്ക് യൂണിവേഴ്സിറ്റി നിയമനം നൽകിയിരിക്കുന്നത്. 2 തസ്തികകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചതിനു ശേഷം 3 അധ്യാപകരെ നിയമിച്ച നിയമവിരുദ്ധമായ പ്രവർത്തനം യൂണിവേഴ്സിറ്റി ഉടൻ തിരുത്തണമെന്നും സാദിഖ് അലി KTക്ക് നിയമവിധേയമായ രീതിയിൽ നിയമന ഉത്തരവ് നൽകണമെന്നും ഡോക്ടർ റാഷിദ് അഹമ്മദ് വൈസ് ചാൻസലർക്ക് നൽകിയ കത്തിൽ ആവശ്യപ്പെട്ടു. ന്യൂസ് മലയാളം, തിരുവനന്തപുരം.